ഡൽഹിയിൽ അധികാരമേറ്റതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിക്കെതിരായ രാഷ്ട്രീയ ആക്രമണം കടുപ്പിക്കുകയാണ് ബി.ജെ.പി. പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ അരവിന്ദ് കെജ്രിവാളിന് ഭൂരിഭാഗം സമയവും ജയിലിൽ കഴിയേണ്ടി വരുമെന്ന ഡൽഹി മന്ത്രിയുടെ പ്രസ്താവന ആം ആദ്മിയുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ ബി.ജെ.പി. നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ഏറെയാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ 10 വർഷത്തെ ആധിപത്യം തകർത്താണ് ബി.ജെ.പി. അധികാരമേറ്റത്. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സത്യേന്ദർ ജെയിൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളെയെല്ലാം പരാജയപ്പെടുത്തിയാണ് ബി.ജെ.പിയുടെ സ്ഥാനാരോഹണം. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ബി.ജെ.പി. നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ കൂടിയായതോടെ ആം ആദ്മി ക്യാമ്പ് അങ്കലാപ്പിലാണ്. ബി.ജെ.പി. സർക്കാർ ഡൽഹി ഭരിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കയറി ഇറങ്ങാനേ സമയം കാണുകയുള്ളൂ എന്നാണ് മന്ത്രി മഞ്ജിന്ദർ സിംഗ് സിർസയുടെ പരാമർശം. भ्रष्टाचार पर कुछ प्रहार होगा सर, क्योंकि बहुत बड़ा होगा। केजरीवाल जी का ज्यादा समय दिल्ली के कोर्ट कचहरियों में और जेलों में निकलेगा. ആം ആദ്മിയിൽ നിന്ന് ഡൽഹിക്ക് മുക്തി ലഭിച്ചുവെന്ന് ബി.ജെ.പി. എം.എൽ.എ. രമേശ് ബിദുടി പറഞ്ഞു. ആം ആദ്മിയുടെ അഴിമതി കോട്ടയെന്ന് ബി.ജെ.പി. വിശേഷിപ്പിക്കുന്ന ഔദ്യോഗിക വസതിയായ ശീഷ് മഹലിൽ താമസിക്കില്ലെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും നിലപാടെടുത്തു. CAG റിപ്പോർട്ടുകളെല്ലാം മേശപ്പുറത്ത് വയ്ക്കുമെന്നും അഴിമതി ആരോപണങ്ങൾ വിശദമായി അന്വേഷിക്കുമെന്നും ഡൽഹി ബി.ജെ.പി. അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ശീഷ് മഹൽ വിവാദവും മദ്യനയ അഴിമതിയും കത്തിച്ച ബി.ജെ.പിയുടെ തന്ത്രത്തിനെതിരെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയെന്നത് AAPക്ക് തലവേദനയാകുമെന്നുറപ്പ്. അതേസമയം 27 വർഷത്തിനു ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തിയ ബി.ജെ.പിക്ക് മുന്നിലുള്ള കടമ്പകൾ ഏറെയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റുകയെന്നതാണ് ആദ്യ വെല്ലുവിളി. ഒപ്പം മുൻ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ തുടരുക, നഗരത്തിലെ മലിനീകരണവും അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളും പരിഹരിക്കുക, യമുന ശുചീകരിക്കുക തുടങ്ങിയ കടമ്പകളും ബി.ജെ.പിക്ക് മുന്നിലുണ്ട്. രാജ്യതലസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി നിരീക്ഷിച്ച് ഇക്കാര്യങ്ങൾ ബി.ജെ.പിക്ക് ചെയ്യേണ്ടി വരും. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ഓണറേറിയം നൽകുമെന്ന വാഗ്ദാനം പാലിക്കുന്നതിലാകും ആദ്യ ശ്രദ്ധ. ഇതിനു പുറമെ ആയുഷ്മാൻ ഭാരത്, ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള ബി.ജെ.പി. വാഗ്ദാനവും നടപ്പിലാക്കണം. ഡൽഹിയുടെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്നായ മലിനീകരണം നിയന്ത്രിക്കാൻ ഇലക്ട്രിക് വാഹന നയം അടക്കമുള്ള തന്ത്രപരമായ നടപടികൾ സ്വീകരിക്കാൻ ബി.ജെ.പി. സർക്കാരിനുമേൽ സമ്മർദ്ദമുണ്ടാകും. എന്നാൽ വികസനത്തിലൂന്നി മികച്ച ഭരണം കാഴ്ചവെക്കുമെന്ന് അധികാരത്തിലേറിയ രേഖാ ഗുപ്ത സർക്കാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.